ഈ അമ്മ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തെല്ലാം ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് രാഗിൻ വിശദീകരിക്കും. രാഗിൻ, അമ്മയ്ക്കെതിരെ ഇനി കൊലക്കുറ്റം ചുമത്തുമെന്നാണ് അറിയുന്നത്. മുന്നിലേക്കുള്ള നിയമ നടപടികൾ എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ടും അത്തരം നിയമ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകും. കാരണം കുഞ്ഞിനെ പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളത്തിലേക്ക് ഇട്ടു എന്നതായിരുന്നു അവരുടെ മൊഴി. ഏറ്റവും ഒടുവിൽ അതിനു മുൻപ് പല ഘട്ടങ്ങളിലും മാറ്റി പറഞ്ഞിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തെരച്ചിൽ നടത്തിയത്. സ്വാഭാവികമായിട്ടും അതൊരു കുറ്റസമ്മത മൊഴി എന്ന തരത്തിൽ തന്നെ സ്വാഭാവികമായിട്ടും പോലീസ് അത് എടുക്കുകയും ചെയ്യും. ചെങ്ങമനാട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. കാരണം ഈ പരാതി നൽകിയത് ആദ്യം ഈ പറയുന്ന പ്രദേശത്താണെങ്കിലും പുത്തൻകുരിശ് പ്രദേശത്താണെങ്കിലും ഈ സംഭവം നടന്നിരിക്കുന്നത് ചെങ്ങമനാടാണ്. കൃത്യം നടന്നിരിക്കുന്നത് ചെങ്ങമനാടാണ്. അതുകൊണ്ട് തന്നെ ചെങ്ങമനാട് പോലീസ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും അമ്മ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചുമത്തും, മറ്റ് വകുപ്പുകളടക്കം ആഡ് ചെയ്യും. പക്ഷേ ഇതിൽ എന്താണ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ചും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നം അന്നേ ദിവസം ഉണ്ടായിരുന്നോ, അത്തരത്തിലുള്ള മാനസിക പീഡനമോ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളും നോക്കും. അങ്ങനെ ഈ അച്ഛന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ അച്ഛന്റെ റോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അമ്മ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അവർ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതായും അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ കുടുംബ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നതായും ഒക്കെയുള്ള വിവരങ്ങൾ പോലീസിന് മുന്നിലേക്കുണ്ട്. അത് ഈ ഇരു കൂട്ടരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തും. എന്തായാലും ഇപ്പോൾ അമ്മയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലാണ് ആ പാവം കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ ഈ ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. ഏവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ നൊമ്പരവും വേദനയും ഒക്കെയായി ആ കുഞ്ഞു കല്യാണിയുടെ മൃതദേഹം കണ്ടെടുക്കുന്ന സംഭവം. പോലീസ് ആണെങ്കിലും മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളാണെങ്കിലും കഴിഞ്ഞ ഒരു 5 മണിക്കൂറോളമായി വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഈ പുഴ കേന്ദ്രീകരിച്ച് നടത്തുകയായിരുന്നു. രാത്രി ഇരുട്ടായിരുന്നിട്ടും അതൊന്നും മാറ്റിവെക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ചെറിയ കുഞ്ഞാണ്. മാത്രമല്ല ഏതെങ്കിലും ഒരു പ്രതീക്ഷയുടെ കണികയുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ചാലക്കുടി പുഴയുടെ പാലത്തിന്റെ 2ാമത്തെ സ്പാനിൽ അതിന് തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമ്മ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ മൊഴി അതുകൂടിയായതിനാൽ അതിൽ കൂടുതൽ പരിശോധനയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആവശ്യം സ്വാഭാവികമായിട്ടുമില്ല. എന്നാൽ പോലും കുറെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുണ്ട് താനും. അതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസം ഇന്നേ ദിവസം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പോലീസ് ഇപ്പോൾ ഇതിൽ ഒരു തുടർ നടപടിക്രമങ്ങളിലേക്കും പോവുകയാണ്.